ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികൾക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റായ അനീഷ്. കോമണറായി എത്തിയ അനീഷിന് ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം 30,000 രൂപയാണ്. അനുമോൾക്ക് 45,000 രൂപയാണ് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം. ഗായകനായ അക്ബർ ഖാൻ, അദ്ദേഹത്തിന് 40,000 രൂപയാണ് ഒരാഴ്ച പ്രതിഫലമായി ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെന ഫാത്തിമ, റെനയ്ക്ക് 30,000 രൂപയാണ് ഒരാഴ്ച പ്രതിഫലമായി ലഭിക്കുന്നത്. നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഭിശ്രീ, ഇദ്ദേഹത്തിന് ഒരാഴ്ച ലഭിക്കുന്ന സാലറി 40,000 രൂപയാണ്. ഡോക്ടറും സീരിയൽ നടിയുമായ ബിന്നിക്ക് 45,000 രൂപയാണ് ഒരാഴ്ച പ്രതിഫലമായി ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ താരമായ ഒനിയൽ സാബു, ഇദ്ദേഹത്തിന് 40,000 രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ താരമായ നെവിന് 35,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കുന്നത്. സീരിയൽ നടനായ ഷാനവാസ് ഷാനു, ഇദ്ദേഹത്തിന് 45,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തിയ മോഡലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരവുമാണ് ജിസേൽ തക്കാൾ. ജിസേലിന് 45,000 രൂപയാണ് പ്രതിഫലമായി ഒരാഴ്ച ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ താരവും നടനുമായ അപ്പാനി ശരത്ത്, ഇദ്ദേഹത്തിന് 40,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കുന്നത്. ഡാൻസറും സോഷ്യൽ മീഡിയ താരവുമായ ശൈത്യയ്ക്ക് 30,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ താരവും നടിയുമായ രേണുവിന് 40,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും, ഇരുവർക്കും കൂടെ 40,000 രൂപയാണ് ബിഗ് ബോസ് ഒരാഴ്ചയിൽ പ്രതിഫലമായി നൽകുന്നത്. നടനും മോഡലുമായ ആര്യന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം 35,000 രൂപയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച ജിഷിന് ഒരാഴ്ചയിൽ ലഭിക്കുന്ന പ്രതിഫലം 45,000 രൂപയോളമാണ്. അവതാരകയും സോഷ്യൽ മീഡിയ താരവുമായ മസ്താനിക്ക് 35,000 രൂപയാണ് ഒരാഴ്ചയിൽ പ്രതിഫലമായി ലഭിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആരെയാണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മികച്ച മത്സരാർത്ഥി ആരായിട്ടാണ് തോന്നുന്നത്? അതുപോലെ തന്നെ മോശം മത്സരാർത്ഥി ആരാണ്? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.